5 സ്റ്റാർ ഹോട്ടൽ ഇല്ലാതെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോട്ടൽ കേരളത്തിലാണ്. കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ 5 സ്റ്റാർ ഹോട്ടലില്ല. വന്ദേ ഭാരത് എന്ന് പറയുന്ന ട്രെയിൻ വന്നു. എന്തൊരു അത്ഭുതകരമായ രീതിയിലാണ് നമ്മുടെ നാട് മാറിയത് അറിയോ. ഇത്രയും പ്രശസ്തമായ പാരമ്പര്യമുള്ള നമ്മുടെ നാട് ഇപ്പോഴും നമ്മൾ ടൂറിസത്തിലോട്ട് കടന്നിട്ടില്ല. നിരൂപുണ്ടയാണോട് ചോദ്യം. നമ്മളിപ്പം ഈ ടൂറിസം പറഞ്ഞല്ലോ, ഇപ്പോൾ കൊച്ചി പോയി കഴിഞ്ഞാൽ അവിടെ ആസ്റ്ററിൻ്റെ ഒരു പ്രോപ്പർട്ടി പോയാൽ രാവിലെ നമ്മൾ ബ്ലഡെല്ലാം കൊടുത്ത് റിസൾട്ട് കിട്ടുന്ന ഒരു ചെറിയൊരു ബോട്ട് യാത്രക്കുള്ളൊരു സൗകര്യമുണ്ട്. എൻ്റർടൈൻമെൻ്റ് ഒരുക്കുന്നുണ്ട്. ഈ രോഗാവസ്ഥ എന്ന് പറയുന്നത് മനസ്സിന് എപ്പോഴും ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനം. അപ്പോൾ ഈ രോഗാവസ്ഥയെ ടൂറിസവുമായി കണക്ട് ചെയ്ത് അത് ഉള്ള ഒരു സംവിധാനമാക്കി. കാരണം നമ്മൾ ടെൻഷൻ അടിച്ചുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നും നമുക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. അതെങ്ങനെയാണ് അത്തരത്തിലുള്ള എന്തെങ്കിലും പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത്? നവാസ് ചോദിച്ച ഒരു ചോദ്യം നല്ലൊരു ഭംഗിയുള്ള ചോദ്യമാണ്. കുറച്ചു കാലമായിട്ട് ഞങ്ങളും കാര്യമായി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാന പോയിന്റുകളിലൊന്നാണ് ഈ ഇന്റർനാഷണൽ മാർക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് രോഗികളെ കൊണ്ടുവന്ന് ചികിത്സിക്കുക എന്നതിലുപരി നമ്മളിപ്പോൾ കണ്ണൂർ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഞങ്ങൾ കാര്യമായി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പ്രൊഫഷണൽസ് പർട്ടിക്കുലർലി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡൊമസ്റ്റിക് പേഷ്യൻസിനെ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. DBS എന്ന് പറഞ്ഞാൽ വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് സർജറിയാണ്. പാർക്കിൻസൺസ് അസുഖത്തിനുള്ള ഒരു സർജറിയാണ് ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന് പറയുന്നത്. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ നമ്പർ ഈ നോർത്ത് മലബാറിൽ, നോർത്ത് കേരള ചെയ്യുന്നതെന്ന് വിശ്വസിക്കാൻ പറ്റും. കണ്ണൂരിൻ്റെ അകത്ത് നമ്മൾ ഓൾറെഡി 20 മേലെ സർജറി ചെയ്ത് കഴിഞ്ഞു. ഈ സർജറി വളരെ പർട്ടിക്കുലർ നമുക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഡോക്ടറും ഒരു ടീമൊക്കെ ഉണ്ട്. കഴിഞ്ഞ 2 പ്രാവശ്യങ്ങളായിട്ട് നാളെ ചെയ്യുന്ന സർജറിയും കഴിഞ്ഞ മൂന്നാമത്തെ സർജറി ചെയ്യുന്നത് 3 പേഷ്യൻ്റ് ഉള്ളത് കേരളത്തിൽ നിന്ന് പുറത്തുള്ള ആൾക്കാരാണ്. ഇവരെല്ലാം വന്നിരിക്കുന്നത് ബാംഗ്ലൂരാണ്. ഇതിൻ്റെ കോസ്റ്റ് ബാംഗ്ലൂർ അറൗണ്ട് 35 ലക്ഷമുള്ള സമയത്ത് ഈ കണ്ണൂരേക്ക് ഈ സാധനം വന്ന് ചെയ്യുന്ന ഈ ഒരാൾക്ക് കിട്ടുന്ന ചാർജ് മാക്സിമം വരുന്നത് 20 ലക്ഷം രൂപയാണ്. 20 ലക്ഷം രൂപ എന്താണ് ഇത്ര ഭീകരം എന്ന് വിചാരിക്കേണ്ടത്. ഇതിന് ഓൾറെഡി 16-18 ലക്ഷത്തിനടുത്ത് അതിൻ്റെ ഇക്വിപ്മെൻറ്റ് കോസ്റ്റാണ്. ബ്രെയിനിലേക്ക് ഒരു ചെറിയ ഇത് കടത്തി വിട്ട് ഒരു ഇലക്ട്രിക്കൽ ഷോക്ക് കൊടുത്തിട്ട് ബ്രെയിൻ സ്റ്റിമുലേറ്റ് ചെയ്യണം. എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത മനുഷ്യൻ എഴുന്നേറ്റ് നടക്കാം. ഇന്നിപ്പോൾ വരുന്നത് ഹോസ്പിറ്റലിലാണ് വരുന്നത്. ഇന്നൊരു കേക്ക് കട്ട് ചെയ്തിട്ട് ഒരു മനുഷ്യൻ്റെ യാത്രയാക്കിയിട്ടാണ് വരുന്നത്. അയാൾ വന്ന സമയത്ത് കണ്ടൊരവസ്ഥയും ഇന്ന് എഴുന്നേറ്റ് പോകുന്ന സമയത്ത് കൂട്ടക്കരച്ചിലായിരുന്നു എല്ലാവരും അവിടെ കിടന്നിട്ട്. ഇത് എങ്ങനെയാണ് ഈ നേരത്തെ നമ്മൾ കൂട്ടി യോജിപ്പിക്കുന്നത്? ഈ മലബാർ ടൂറിസം എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ 2 പ്രശ്നമാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഒന്ന്, രോഗി ഈ ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ DBS സർജറിക്കോ അല്ലെങ്കിൽ ഈ കിഡ്നി മാറ്റിയൊക്കെ ശസ്ത്രക്രിയക്കോ കണ്ണൂരിൻ്റെ അകത്ത് വരുന്നത്. കണ്ണൂർ ശസ്ത്രക്രിയക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാലമായിരുന്നു ഒരു 2018 മുമ്പ്. അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും അങ്ങനെയായിരുന്നു. കണ്ണൂരിൻ്റെ അകത്ത് ചിന്തകൾ മുഴുവൻ ഒന്നുകിൽ മംഗലാപുരം അല്ലെങ്കിൽ ബാംഗ്ലൂർ അല്ലെങ്കിൽ ചെന്നൈ അല്ലെങ്കിൽ കോഴിക്കോട് എന്നുള്ള കൺസെപ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നു. ഇന്ന് കൺസെപ്റ്റൊക്കെ മാറിക്കഴിഞ്ഞു കംപ്ലീറ്റ് ആയിട്ട്. അറ്റ്ലീസ്റ്റ് 2019 ശേഷം അല്ലെങ്കിൽ കോവിഡ് ആനന്തര സമയം എന്നൊക്കെ പറയാം. കോവിഡിന് തൊട്ട് മുമ്പെയാണ് നമുക്ക് വെന്റിലേറ്റർ എത്ര ഉണ്ടെന്ന് ആൾക്കാർ എണ്ണി നോക്കിയത് കോവിഡ് സമയത്താണ്. DMOനോട് ചോദിച്ചു, നിരൂപ ഇത്രയേ ഉള്ളൂ ഈ നമ്പർ ഇതിൻ്റെ അകത്തുനിന്ന്, കണ്ണൂരിൽ എനിക്ക് എത്ര കൂട്ടിയിട്ട് ശരിയാവുന്നില്ല എന്നാണ്. രാത്രി വിളിക്കുന്ന സമയം 2 മണിയാട്ടോ, പുലർച്ചെ 2 മണിക്കാണ് DMO വിളിച്ചിട്ട് ചോദിക്കുകയാണ് ഈ ഒരു 2 വെന്റിലേറ്റർ ഒന്ന് സഹായിക്കുമോ. ഞാൻ എന്താ പറ്റി? അല്ല, ഇവിടെ മൊത്തം എണ്ണീറ്റ് കണ്ണൂർ ജില്ലയിൽ കിട്ടിയ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് മാത്രമേ കിട്ടാനുള്ളൂ. ഗവൺമെൻറ് ഹോസ്പിറ്റൽ കുറച്ച് ഉണ്ടെന്ന് പറയുന്നത് തുറക്കാൻ ശ്രമം നടത്തുന്നത്, തുറക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് ആകെ കിട്ടിയ വെന്റിലേറ്ററിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ 16 എണ്ണമാണ്. ഈ 2 എണ്ണം സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞങ്ങൾ അവസാനം 1 എണ്ണം ഞങ്ങൾ എടുത്തു കൊടുത്തു, വേറെ കാര്യങ്ങൾ ചെയ്ത്. ഞാൻ പറഞ്ഞത് കണ്ണൂരിൻ്റെ ചേഞ്ച് വന്നത് കുറേ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നതാണ്. നേരത്തെ പറഞ്ഞൊരു പോയിൻ്റ്, പ്രധാന പോയിൻ്റാണ് ഇൻവെസ്റ്റ്മെൻറ്റിന് ധൈര്യം കൊടുക്കുക എന്നുള്ളതും കൂടി നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. എന്തൊക്കെ പറഞ്ഞാലും ഈ ടൂറിസത്തിൻ്റെ ഒരു മേഖലയുടെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഇൻ്റർനാഷണൽ ബിസിനസ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ പേഷ്യൻസ് എന്നുള്ള കണ്ടീഷനിൽ പറയുന്നു ഈ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വേണ്ടി വരുന്ന ആൾക്കാർ കിഡ്നി മാറ്റിവെക്കലും കിഡ്നി കൊടുക്കുന്ന ആൾക്കും മാത്രമേ ടെൻഷനുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ കുറച്ച് ഫ്രീ ആണ്. ഇത് ഓക്കെ ആയി കഴിഞ്ഞാൽ അവർക്കൊരു യാത്ര നടത്തിയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഇത് ഒരു ഇൻ്റർ കണക്ട് ചെയ്തിട്ട് പോകാൻ പറ്റുന്നേ ഉള്ളൂ. മുട്ടുമാറ്റിവെച്ച് ശസ്ത്രക്രിയ 8 ലക്ഷം 10 ലക്ഷം ചെയ്യുന്നതിന് പകരം നമുക്കിവിടെ കണ്ണൂർ വന്നിട്ട് 2.5 ലക്ഷത്തിൽ ചെയ്യാം. മുട്ടുമാറ്റി വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ ഫ്രീ ആണ്. വേണമെങ്കിൽ അയാൾക്ക് ഒരു ഒഴിച്ചിലും തടവലൊക്കെ നടത്തിക്കൊണ്ട് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പോകാൻ പറ്റും. വലിയൊരു മേഖല തന്നെയാണ് തുറന്നു കിടക്കുന്നത്. ഇതൊരു പുതിയ ആധുനിക ചികിത്സാ രീതിയിൽ മാത്രം കണക്കാക്കേണ്ടതില്ല. അതിന് കൂടെ എനിക്കൊന്ന് മോഡേൺ മെഡിസിൻ എലോങ് വിത്ത് ടൂറിസം കൊണ്ടുവന്നതിൽ വളരെ വലിയ ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന്. പുതിയ സാഹചര്യത്തിൽ ആയുർവേദവും അലോപ്പതിയും ഒരുമിച്ച് നീങ്ങാനുള്ള ചികിത്സാ രീതികൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിനകത്ത് അലോപ്പതിക്കാർക്ക് കുറേ പരാതികൾ ഉണ്ടെങ്കിലും ആ ലെവലിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ടല്ലോ, ഇല്ലേ? തീർച്ചയായിട്ടും. അതെങ്ങനെയാണ് മുന്നോട്ട് പോവുക? ഈ ആയുർവേദത്തിന് നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. നമ്മുടെ ടൂറിസത്തിന്റെ ഒരു വലിയൊരു ഘടകം, കേരളത്തിന്റെ ടൂറിസം പ്രത്യേകിച്ച് ആയുർവേദം തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത്. എന്തൊക്കെ വന്നാലും അവസാനം നമ്മൾ പറയുന്നത് ബാക്ക് വാട്ടറൊക്കെ പറഞ്ഞ പോലെ ബാക്ക് വാട്ടറൊക്കെ പറഞ്ഞാൽ അവസാനം ഒരു ആയുർവേദിക് മസാജ് നമുക്ക് അവൈലബിൾ ആണെന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ആയുർവേദിക് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ കർക്കിടക മാസം ചെയ്യുന്ന ആയുർവേദിക് ട്രീറ്റ്മെന്റ് ഇപ്പോഴും ആളുകൾ വളരെ ശക്തമായിട്ട് അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ടൂറിസത്തിന്റെ വലിയൊരു സാധ്യതകൾ തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാൽ മോഡേൺ മെഡിസിൻ പറയുമ്പോൾ തന്നെ, അതായത് നേരത്തെ പറഞ്ഞ
പറഞ്ഞ മുട്ടുമാറ്റി ശസ്ത്രക്രിയ കഴിഞ്ഞ ശേഷം അയാൾക്കൊരു ഉഴിച്ചിലോ നടത്തണമെങ്കിൽ അല്ലെങ്കിൽ പ്രസവ ശുശ്രൂഷ എന്നുള്ള പേരിൽ വേറെ ആൾക്കാരെ കൊണ്ടുവന്ന് അതൊരു പുതിയ ബൂമിങ് ഒരു ആക്ടിവിറ്റിയായി മാറിയിട്ടുണ്ട് ഇപ്പോൾ അടുത്ത കാലത്ത്. രണ്ടാമത്തത് ഇതിനേക്കാൾ വലിയൊരു സാധനം വന്നുകൊണ്ടിരിക്കുന്നത് വെൽനസ് ക്ലിനിക്കുകൾ. നോക്കൂ, ഈ പ്രിവെന്റീവ് ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഷുഗറും പ്രഷറും കൺട്രോൾ ചെയ്യും, അത് കഴിഞ്ഞ ശേഷം അടുത്ത സർജറിയെ പറ്റിയിട്ടും ഈ കിഡ്നി മാറ്റി വെക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും അവയവ മാറ്റി വെക്കാനുള്ള ശസ്ത്രക്രിയകളെ പറ്റി ചിന്തിക്കുന്നതിന് പുറമേ നമ്മൾ എങ്ങനെയാണ് ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ പറ്റുമെന്നുള്ള ഒരു ചിന്തയിലേക്കും പ്രിവെന്റീവ് ഹെൽത്ത് എന്നുള്ള കൺസെപ്റ്റിലേക്കും കാര്യമായി ചിന്തിച്ചിരിക്കുന്ന ലോകത്ത് തന്നെയാണുള്ളത്. ഇതും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് കൂട്ടി യോജിപ്പിക്കാം എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ വലിയ സാധ്യതകളാണ് തുറന്നു വരുന്നത്. അപ്പോൾ മലബാറിൻ്റെ, നമ്മുടെ വടക്കേ മലബാറിൻ്റെ ഒരു ഹൈപ്പിൻ്റെ കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അല്ലേ? ശരിക്കും അങ്ങനെയല്ലേ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? നമുക്ക് കായിക രംഗം, കളരിയെക്കുറിച്ച് ചോദിക്കാനുണ്ട്, അത് വരാം. അതിനു മുമ്പ് കായിക രംഗത്തുള്ള നമ്മുടെ ഇനിയുള്ള മുന്നേറ്റം, ഒത്തിരി ഫുട്ബോൾ നമ്മൾ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നതാണ്. എന്താണ് അതിൻ്റെ താങ്കളുടെ ഒരു കായിക ലോകത്തേക്കുള്ള സംഭാവനകൾ എങ്ങനെയാണെന്ന് കാണും? അതിന് ഈ കായികത്തിൻ്റെ എൻ്റെ ഫുട്ബോൾ ബന്ധം പറയുന്നതിന് മുമ്പ് അത് പറഞ്ഞ ഒരു കാര്യത്തിൻ്റെ ഒരു ഭാഗം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ പെർമിഷനോട് കൂടി. ലോകത്ത് കണ്ണൂർ ജില്ലയിലാണ് കണ്ടൽക്കാട് എന്ന ഒരു സമ്പത്ത്. ഇതെന്താണെന്ന് എനിക്ക് പോലും അറിയില്ല. ഇതൊരു വലിയൊരു സമ്പത്താണ്. കഴിഞ്ഞ മാസം ഞാനൊരു പ്രൊജക്റ്റുമായിട്ട് കൊച്ചിയിലാണ് അതിൻ്റെ സ്റ്റഡി നടത്തിയിട്ട് ഡൽഹിയിലുള്ള ഒരു ഗ്രൂപ്പുമായിട്ട് ഞാൻ സൂമിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പറഞ്ഞു, ഈ പറഞ്ഞ പ്രദേശം, കൊച്ചിയിലുള്ള ഈ പ്രദേശത്ത് കണ്ടൽക്കാടുണ്ട് കുറച്ച്, അതുകൊണ്ട് അത് പ്രിസർവ് ചെയ്തിട്ടാണ് നിങ്ങളത് തൊടരുത്, അത് പ്രിസർവ് ചെയ്തിട്ട് അതിന് ബന്ധപ്പെട്ടിട്ടുള്ള ആണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങളൊന്ന് പയ്യന്നൂരിൽ ഈ പറഞ്ഞ കൊവ്വായിൽ പോയിട്ട് അവിടെ പോയി കണ്ടിട്ട് വാ, എന്നിട്ട് ബാക്കി കാര്യം സംസാരിക്കാതെ. എന്നോട് ഡൽഹിയിൽ ആളാ പറയുന്നത് പയ്യന്നൂർ പോയിട്ട് കണ്ടൽക്കാടിൻ്റെ ഈ അവിടെ ഇല്ല, എന്താണ് അതിൻ്റെ പേര്, കോയിലെ അവിടെ പോയി കാണും. കവ്വായിൽ നമ്മൾ എത്ര ആൾ പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ പോയിട്ടുണ്ട്. ഞാൻ പോയിട്ടില്ല. കവ്വായിൽ പോയി എത്ര ആളുണ്ട് ഇവിടെ? നിങ്ങൾ വേറെ എവിടെയും പോകണ്ട. പോയിട്ടുണ്ട്. എങ്ങനെയുണ്ട് കവ്വായി എന്ന് പറഞ്ഞാൽ? ഇത്ര ഭംഗിയുള്ള ഒരു സ്ഥലം. അതാണ് പോയിട്ടുണ്ട് അവിടെ. അത് പറയുന്നത് ഈ കണ്ടൽക്കാട് അങ്ങനെയുള്ളൊരു സമ്പത്താണ്. അത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അത് അവിടെ ഉണ്ടായി തന്നെ നശിപ്പിക്കാൻ പാടില്ല. അപ്പം അത് കണ്ണൂരിനുണ്ട്. ആ ഒരു സാധ്യതയും കൂടി എനിക്കൊന്നും അത് വിട്ടുപോയതാണോ എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ പറയാൻ ബാക്കി വെച്ചതായിരിക്കാം. അപ്പം ഇനി ഫുട്ബോൾ. കണ്ണൂരിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കണ്ണൂരുകാരുടെ ചോരയിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന് രാഷ്ട്രീയമാണ്, മറ്റൊന്ന് ഫുട്ബോളാണ്. അത് യാതൊരു സംശയമില്ല. കാരണം കണ്ണൂർ വാരിയേഴ്സ് എന്ന ഒരു ക്ലബ്ബ് സൂപ്പർ ലീഗ് കേരളയുടെ അണ്ടറിൽ ഉള്ള കണ്ണൂരിൻ്റെ ഒരു ക്ലബ്ബാണ്. അതിൻ്റെ വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അത് വെറും ചിലവ് മാത്രമേ ഉള്ളൂ, വരുമാനമില്ല എന്ന് തന്നെ പറയണം. നമ്മൾ 2 സീസൺ കഴിഞ്ഞു, നമുക്ക് ഏകദേശം 10-14 കോടി രൂപ ഓൾറെഡി ചിലവായി, 1 രൂപ കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ 3ാമത് ഒക്ടോബറിൽ തുടങ്ങാൻ പോയാണ്. കഴിഞ്ഞ പ്രാവശ്യം കണ്ണൂരാണ് ചാമ്പ്യനായത്. അതിൻ്റെ നിങ്ങൾ പാർട്ട്നേഴ്സ് ആരൊക്കെയാണ്? അതിന് എനിക്കൊരു 5-6 എൻ്റെ കൂടെ പാർട്ട്നേഴ്സ്. വൻ തോക്കുകളാണ്. അല്ല, ഞാൻ പറയുന്നത് കണ്ണൂർ സാധ്യതകളാണ്. നമ്മളെ മദനിയുണ്ട്, പിന്നെ നവാസ് മീരാൻ SLKയുടെ പിന്നെ കണ്ണൂരിൽ നിന്ന് മദനിയുണ്ട്. നിങ്ങളുടെ ടീമിൽ ഇപ്പൊ നമ്മളന്ന് ലോഞ്ച് നടക്കുമ്പോൾ കൊച്ചിയിലെ ലോഞ്ചിൽ ആരൊക്കെയാണ്? ഡോക്ടർ അജീത് ഉണ്ട്, പിന്നെ മിബു ജോസ്, പിന്നെ KM വർഗീസും കുറച്ച് ആൾക്കാർ. അതൊരു വലിയ ക്രൗഡ് തന്നെയായിരുന്നു. എൻ്റെ സ്നേഹിതന്മാരാണ് അവർ. എൻ്റെ റിക്വസ്റ്റ് കാരണം അവർ എന്നോട് പാർട്ട്ണറായത്. കണ്ണൂരിന് വേണ്ടി അവർ എന്നോട് ഇൻവെസ്റ്റ്. അവർ വെരി ഹാപ്പിയാണ്. കാരണം ഈ 6 ടീമാണുള്ളത്. എന്നാൽ സത്യത്തിൽ പറഞ്ഞാൽ കണ്ണൂരിൻ്റെ ടീമാണ്, കണ്ണൂരിലാണ് ഏറ്റവും കൂടുതൽ കാണികളുണ്ടായത്. ഫസ്റ്റ് ഡേ ലാത്തി ചാർജ് ആയിരുന്നു. നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല, ലാത്തി ചാർജ് ആയിരുന്നു. ഫൈനൽ ഇവിടെയാണ് കളിച്ചത് കഴിഞ്ഞ കൊല്ലം, അല്ല കഴിഞ്ഞ സെക്കൻഡ് സീസൺ. പാക്ഡാണ് സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ. അത്ര തന്നെ ആൾക്കാർ പുറത്തുമുണ്ട്. കണ്ണൂർക്കാരുടെ ആവേശം, ഫുട്ബോളിനോടുള്ള ആവേശം, അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. ഈ നമ്മുടെ ചിലവഴിച്ച പൈസക്ക് കിട്ടിയ സന്തോഷം എന്ന് പറയുന്നത്
ഇത്രയും ജനങ്ങൾ ഇതിനെ ബഹുമാനിക്കുന്നുണ്ട്, കാണുന്നുണ്ട്, ഇതിൻ്റെ ആവേശം കൊള്ളുന്നുണ്ട് എന്നുള്ള ആ ഒരു വലിയ ഒരു കാര്യം അതിന്റെ ഫ്യൂച്ചർ എങ്ങനെയാ അതിന്റെ നമ്മളെ ഈ അത് കൊച്ചിയിലും ദുബായിലൊക്കെ ഇതിന്റെ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കണം. അതിൽ എനിക്ക് കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ വർഷം ലോഞ്ച് നടത്തിയത് ദുബായിലായിരുന്നു, അതിനു മുമ്പിൽ കൊച്ചിയിലായിരുന്നു. ഞാൻ ആ ദിവസങ്ങളിലൊക്കെ ഞാനും ദുബായിലുണ്ട്. കൊച്ചി പ്രോഗ്രാമിന് ഞാനുണ്ട്, ദുബായിലെ പ്രോഗ്രാമിന് ഞാനുണ്ട്. അപ്പോൾ SLK എന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് നവാസ് മീരാൻ്റെ ഫാമിലിയാണ്. അവരിപ്പോഴത് എനിക്കൊന്ന് വാല്യുവേഷൻ ചെയ്ത് അതിനെ ബോംബെയിലൊരു ഒരാൾ എനിക്കൊന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ പോലും ഇപ്പം വന്നിട്ടുണ്ട്. വിത്തിൻ 2 years അതിന് ആ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കണ്ണൂർ വാരിയേഴ്സും വളരും. കണ്ണൂർ വാരിയേഴ്സിനെ എൻ്റെ ഉദ്ദേശം വെറും കളി കാണാൻ വരിക, കളിക്കുക എന്നല്ല. ഇവിടെയുള്ള കുട്ടികൾ ഫുട്ബോൾ പ്രേമികളെ, ചെറിയ ചെറിയ കുട്ടികളെ പഠിപ്പിച്ച് വളർത്തി അവർ അന്താരാഷ്ട്ര നിലവാരമുള്ള കളിക്കാരാക്കി മാറ്റുക എന്നുള്ള ഒരു പ്രക്രിയ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഓഫ് സീസൺ ആക്ടിവിറ്റീസ് എവിടെ നടന്നു? ഇവിടെ എൻ്റെ ജവൽ എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്നുണ്ട്. ഈ കണ്ണൂർ വാരിയേഴ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ്. കണ്ണൂർ തന്നെയാണ് ഓഫീസ്. എല്ലാ ദിവസവും ഇല്ലേ പരിപാടി? അത് അങ്ങനെ എല്ലാ ദിവസവും. ഏറ്റവും തമാശ എന്ന് പറയേണ്ടത്, നമ്മൾ ഓഫ് സീസണിൽ ഒരു പരിപാടിക്ക് വേണ്ടി 6 ടീമുകളും കുട്ടികളെ ചേർക്കാൻ നോക്കിയിട്ട് 50ഉം 100ഉം കുട്ടികൾ മാത്രമാണ് എല്ലാ ക്ലബിനും കിട്ടിയത്. കണ്ണൂരിന് മാത്രം 350 കുട്ടികളാണ് കണ്ണൂരിൽ കിട്ടിയത്. അതിശയമാണ്. കണ്ണൂരിൽ നിന്ന് 350 കുട്ടികൾ. കാലിക്കറ്റിലും തിരുവനന്തപുരത്തും കൊച്ചിയിലും തൃശ്ശൂരും മലപ്പുറത്തും കിട്ടാത്ത നമ്പർ ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പം അത് ഒരു വലിയ കായികം ഒരു വലിയ അത് ഒരു എൻ്റർടൈൻമെൻറ്റ് ആണെന്നെങ്കിലും അതിലൊരു വലിയ വ്യവസായമാണ്. ഇപ്പം ഫുട്ബോൾ എന്ന് പറയുന്നത് ലോകത്ത് പല ചെറിയ ചെറിയ രാജ്യങ്ങളും അറിയപ്പെടുന്നത് ഫുട്ബോളിലൂടെയാണ്. അവരുടെ ഒരു കളിക്കാരൻ്റെ പേര് പറഞ്ഞിട്ടാണ് ആ രാജ്യം തന്നെ അറിയപ്പെടുന്നത്. അത്രയും വലിയ ഒരു പ്രസ്ഥാനമാണ് ഫുട്ബോൾ എന്ന് പറയുന്നത്. ചില രാജ്യങ്ങൾ, ഒരു എക്കണോമി ഇല്ലാത്ത രാജ്യത്ത് ഫുട്ബോളിൽ ഒരാൾ വന്നാൽ അവിടെയാണ്. അപ്പം ആ ഒരു ലെവലിലേക്ക് ഇന്ത്യക്കൊരു വലിയ പാരമ്പര്യമുണ്ട്. 60s നമ്മൾ ഒളിമ്പിക്സിൽ കളിച്ച ടീം നമ്മൾ ജയിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ പിറകോട്ട് പോയി ഇപ്പം നമ്മൾ 121ാം സ്ഥാനത്ത് എത്തിക്കിടക്കുന്നത്. ലോകത്തിൽ 121ാം സ്ഥാനത്താണ് ഫുട്ബോളിൻ്റെ ഇത്. അത് ഇനി പൊങ്ങി വരേണ്ടതുണ്ട്. നമ്മളിപ്പോൾ എല്ലാവരും ക്രിക്കറ്റിൽ മുഴുകി ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ അങ്ങ് ഭ്രാന്തി പിടിച്ച് നടക്കുക. അപ്പോൾ ഫുട്ബോളിനങ്ങ് മറന്നുപോയി. പക്ഷെ അത് തിരിച്ചു വരാനുള്ള ഒരു സാധ്യത കൂടി ഈ SLK, കേരളത്തിലെ ആദ്യത്തെ ലീഗ് ടൂർണമെൻ്റാണ് ഈ SLK. കേരളത്തിൽ ഇതുവരെ ആരും ലീഗ് ടൂർണമെൻ്റ്, ഇവിടെ ശ്രീധാനടകൂരും സന്തോഷ് ട്രോഫിയും പലതും ഉണ്ടായിട്ടുണ്ടെങ്കിലും ലീഗ് ടൂർണമെൻറ്റ് എന്നത് ആദ്യം വരുന്നത് SLKയിലൂടെയാണ്. അതിൻ്റെ ഭാഗമാകാൻ കണ്ണൂർ വാരിയേഴ്സിൻ്റെ ടീം ചെയർമാൻ ആവാൻ കിട്ടിയ ഒരു അവസരത്തിന് ഞാനത് കണ്ണൂരിലെ ജനങ്ങളോട് വളരെ വലിയ മുന്നേറ്റമാണ്. കുട്ടികൾക്ക് ഇപ്പോൾ ഈ മൊബൈലിൻ്റെ കാലഘട്ടമാണ്. MDMൻ്റെ അവർ അഡിക്റ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടികളെ കളരി യോദ്ധാക്കളാക്കി മാറ്റുക. ഇവിടെ ഒരുത്തരെ കൊന്നാൽ പിറ്റേന്ന് ഒന്നും വഴിയെ പോകുന്നവനാണെങ്കിലും കൗണ്ടർ ചെയ്യണം എന്നുള്ള നിലക്ക് അപ്പട് അടുത്തോടെ തട്ടിക്കളയും. അങ്ങനെ ഒരു ദിവസം കൊണ്ട് 7 ആളൊക്കെ തട്ടിപ്പോയത്. പക്ഷേ കളരി പെർഫോമൻസ് കാണുന്ന ഒരു ഫോറിനർ വന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാൻ വേണ്ടി പറയും.